എടാ, രേവതിയുടെ മുറിയിൽ ഒരമണിക്കൂർ ചിലവഴിച്ച സ്ത്രീകളെക്കുറിച്ചുള്ള നിന്റെ എല്ലാ തെറ്റിദ്ധാരണകളും മാറും. ആ മുറി ഒരു സ്വർഗമാണടാ. അവൾ ഒരു അപ്സരസും. നിന്നെപ്പോലെ സ്ത്രീ വിരോധികളെ മയക്കാനുള്ള എല്ലാ വിദ്യകളും അവൾക്കറിയാം. ജയൻ അടക്കിപ്പിടിച്ച ശബ്ദത്തിൽ പറഞ്ഞു. നീ ഒന്ന് ചിലയ്ക്കാതെ നടക്ക്. മനുഷ്യനിവിടെ ടെൻഷൻ അടിച്ചിട്ട് വയ്യ. ഉള്ളിലെ പരിഭ്രമം മുഴുവൻ രതീഷിൻ്റെ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. സമയം അർദ്ധരാത്രി 12 മണി. രതീഷും ജയനും കൂടി രേവതിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. എന്തിനാണെന്നല്ലേ? രതീഷിന് തൻ്റെ ആണത്തം തെളിയിക്കണം. അതിന് പിന്നിൽ കുറച്ച് സംഭവങ്ങളുണ്ട്. അത് പിന്നെ പറയാം. രേവതിയെ അറിയില്ലേ? ചെമ്പകമംഗലം ഗ്രാമത്തിൻ്റെ രോമാഞ്ചമാണവൾ. ഭവാനി ചേച്ചിയുടെ മകൾ. സ്വർണത്തിൻ്റെ നിറവും കൊഴുത്തുമിനുത്ത ശരീരവും വിടർന്ന കണ്ണുകളും വട്ടമുഖവുമുള്ള വിശ്വൈക സുന്ദരി. നിതംബം താളത്തിൽ കുലുക്കി അവൾ നടന്നു പോകുന്ന കാഴ്ച കാണാൻ ഈ ഇൻസ്റ്റാഗ്രാം കാലത്തും വഴിയോരത്ത് വൻ തിരക്കാണ്. പണ്ട് ഈ ഗ്രാമത്തിൽ ആദ്യമായി കാർ വന്നപ്പോൾ കാണാൻ ഓടിക്കൂടിയവർ അവർക്കൊക്കെ ഇന്ന് വയസ്സായി കേട്ടോ. അതിനുശേഷം അതേ ആവേശത്തോടെ ഓടിയത് രേവതിയുടെ റീല് പിടുത്തം കാണാനാണ്. അമ്പലക്കുളത്തിലും ആമ്പൽ പാടത്തിലുമൊക്കെ നിന്നും കിടന്നും അവൾ അർദ്ധനഗ്നയായി ഡാൻസ് കളിക്കുന്നത് കണ്ട് സഹിമുറ്റിയ പലരും വെറും നിലത്തേക്ക് തളർന്ന് വീണിട്ടുണ്ട്. ഇങ്ങനെ പിടിക്കുന്ന വീഡിയോകൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ ഇടുമ്പോൾ അവൾക്ക് പണം കിട്ടുമത്രേ. ഇപ്പോൾ വീടൊക്കെ പുതുക്കി, ഒരു കാറും വാങ്ങി. ഇടയ്ക്ക് ഏതോ പയ്യനുമായി പ്രേമമുണ്ടായിരുന്നു പോലും. വേറൊരുത്തൻ്റെ കൂടെ ഇവളെ കണ്ടതുകൊണ്ട് കാമുകൻ ഉപേക്ഷിച്ചു പോയത്രേ. ഇടയ്ക്ക് 1-2 ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചു. ഇപ്പോൾ ചെറിയ രീതിയിൽ ശരീര കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ജയൻ പറയുന്നതാണ്. പുറത്തു നിന്നുള്ളവർക്കേ പ്രവേശനമുള്ളൂ അത്രേ, ഇന്നാട്ടുകാർക്കില്ല. പക്ഷെ ജയൻ 1-2 തവണ പോയി പോലും. ജയനാണ് അവളുടെ പല റീൽസും വീഡിയോയിൽ പകർത്തിയിരുന്നത്. ആ പരിചയത്തിൻ്റെ പുറത്താണത്രേ അവന് രേവതി വാതിൽ തുറന്നു കൊടുത്തത്. ഇക്കാര്യങ്ങൾ ആത്മസുഹൃത്തായ രതീഷിനോട് മാത്രമേ ജയൻ പറഞ്ഞിട്ടുള്ളൂ. എടാ രതീഷേ, രേവതി 1-1.5 പീസാളാ. നീ കണ്ടിട്ടില്ലേ? രതീഷിനെ മോപ്പിക്കാനായി ജയൻ ചോദിച്ചു. കാണാതിരിക്കാൻ ഞാനെന്താ കണ്ണുപൊട്ടനാ? അവളും ഈ നാട്ടിലുള്ളത് തന്നെയല്ലേ? തൊട്ടടുത്ത് നിന്ന് കണ്ടിട്ടുണ്ടോന്നാ ചോദിച്ചത്. ഇല്ല. ഓ, നീ സ്ത്രീ വിദ്വേഷിയല്ലേ? പെണ്ണുങ്ങളോട് നിനക്ക് വെറുപ്പല്ലേ? അതൊക്കെ ഇന്നത്തോടെ മാറും. അതിന് വേണ്ടിയിട്ട് തന്നെ നിന്നെ രേവതിയുടെ അടുത്ത് തന്നെ കൊണ്ടുപോകുന്നത്. നാട്ടിൽ ഒരുപാട് പഴയ മോഡൽ വണ്ടികളുണ്ട്. പക്ഷേ ഇതേ പുതുപുത്തൻ BMW കുറച്ചേ ഓടിയിട്ടുള്ളൂ. എന്ത് സോഫ്റ്റാണെന്നോ അവളുടെ ശരീരം. നിറമോ തൊട്ടാൽ വിരലിൽ പൊന്നു പറ്റും. ജയനെ രേവതിയെപ്പറ്റി പറഞ്ഞപ്പോൾ 100 നാവ്. ഇത്രയും സുന്ദരിയായ ഇവളെന്താടാ ഈ പണിക്ക്? ഒരു കല്യാണം കഴിച്ച് മാന്യമായി ജീവിച്ചൂടെ? കല്യാണം കഴിച്ചാലും ഈ പണിയൊക്കെ തന്നെയല്ലേ ചെയ്യേണ്ടത്? ഇതാവുമ്പോൾ കാശ് കിട്ടും. ഇക്കാലത്ത് പണമില്ലാത്തവൻ പിണമല്ലേ? പിന്നെ സാഡായ ചില കാര്യങ്ങളും അവളെപ്പറ്റി കേട്ടു. റീൽസും വീഡിയോയും ഒക്കെ ഇട്ട് ഫേമസ് ആയതോടെ സിനിമയിൽ കയറണമെന്നായി അവളുടെയും അമ്മയുടെയും മോഹം. ഏതൊക്കെയോ കഞ്ചാവ് സിനിമാക്കാർ പ്രലോഭിപ്പിച്ച് അടുത്തുകൂടി. അവരെല്ലാവരും കൂടി അവളെ ഈ അവസ്ഥയിലാക്കി. ഇപ്പം അത് അവളെ ഒരു ബിസിനസ്സുമാക്കി. ഇരുട്ടത്ത് ഊടുവഴിയിലൂടെ വെളിച്ചം പോലുമില്ലാതെ നടക്കുകയാണ് 2 പേരും. ഇങ്ങനെയുള്ള സീക്രട്ട് ഓപ്പറേഷനുകൾക്ക് പോകുമ്പോൾ വെളിച്ചം പാടില്ല. ശത്രുക്കൾ കാണും. പിന്നെ എവിടെ പോണ്, എന്തിനും പോണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും കൊണ്ട് അവരങ്ങ് വളയും. രേവതിയുടെ വീടിനടുത്തെത്തിയപ്പോൾ ജയൻ പറഞ്ഞു, ഞാൻ ഇവിടം വരെയേ ഉള്ളൂ. ഇനി നീ പൊയ്ക്കോ. പോയി പോരാടി ജയിച്ചു വാ. എടാ, ഞാനൊറ്റയ്ക്ക്. രതീഷിൻ്റെ ശബ്ദം നേർത്തു. ഗ്രൂപ്പായിട്ടൊന്നും അവൾ സമ്മതിക്കില്ല. മണ്ടത്തരം പറയാതെ. ഇന്ന് നേരം ഇത്ര ആയില്ലേ? ഇനി നാളെ പോയാൽ പോരെ? രതീഷ് ജയൻ്റെ കയ്യിൽ പിടിച്ചു. ഊളത്തരം പറയാതെ. നാളെ ചെന്നാൽ അവൾ ഓടിക്കും. ഇന്നാ നിനക്ക് അവൾ ഡേറ്റ് തന്നിരിക്കുന്നത്. ഇന്ന് ചെന്നില്ലേൽ കൊടുത്ത കാശ് കമ്പനിക്ക് പോകും. പോണം എന്ന് നീ കിടന്ന് ചാടിയോണ്ടാണ് ഞാനിത് നിനക്ക് സെറ്റാക്കി തന്നത്. നിനക്ക് ഈ കിട്ടിയിരിക്കുന്നതേ അപൂർവ ഭാഗ്യമാ. ഇന്നാട്ടിലെ ഒറ്റ ഒരുത്തനെയും അവൾ വീടിൻ്റെ 7 ഇല തടുപ്പിക്കാത്തതാ. നിന്റെ പേര് പറഞ്ഞപ്പോൾ എന്തോ അവൾ സമ്മതിച്ചു. കിട്ടിയ ഭാഗ്യം പോയി ആസ്വദിക്ക്. ഇങ്ങനെ പേടിത്തൂറിയാവല്ലേ. എനിക്കാണെങ്കിൽ എന്തോ ഭയങ്കര വിറയിലും നെഞ്ചിനൊരു കനോ. അറ്റാക്കിൻ്റെ ലക്ഷണമാണോന്നാ. രതീഷ് നിന്ന് വിറച്ചു തുള്ളുകയാണ്. ജയൻ രതീഷിനെ സംശയത്തോടെ നോക്കി. തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. നിന്റെ രോഗം സ്ത്രീ വിദ്വേഷമൊന്നുമല്ല, ശേഷിക്കുറവ് തന്നെ. ജയന പറഞ്ഞത് കേട്ടപ്പോൾ രതീഷിൻ്റെ ഭാവം മാറി. നെഞ്ചിലെ ഭയം ദേഷ്യത്തിന് വഴിമാറി. ശക്തിയോടെ ജയനെ പിടിച്ചു തള്ളിയിട്ട് രതീഷ് രേവതിയുടെ വീടിന് നേരെ നടന്നു. ജയനൊന്ന് മന്ദഹസിച്ചിട്ട് തിരികെ നടന്നു. പാദങ്ങൾ കൊണ്ട് ഭൂമിയെ ചവിട്ടി ഞെരിച്ചുകൊണ്ടാണ് രതീഷ് മുന്നോട്ട് നടന്നത്. തൊഴിലുറപ്പിലെയും കുടുംബശ്രീയിലെയും പെണ്ണുങ്ങളെ കൊല്ലാനുള്ള ദേഷ്യം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതിന് പിന്നിലൊരു കാര്യമുണ്ടായിരുന്നു, കഥയുണ്ടായിരുന്നു. അങ്കുശമില്ലാത്ത ചാബല്യമേ മഞ്ഞിൽ അങ്കനെയെന്ന് വിളിക്കുന്നു ഞാൻ. നാരികൾ വിശ്വവിപത്തിൻ്റെ നാരായ വേരുകൾ.
ഇങ്ങനെയുള്ള വരികൾ പാടി നടക്കുന്ന ഒരു ഭൂലോക സ്ത്രീ വിദ്വേഷിയാണ് രതീഷ്. സ്ത്രീകളെ അവന് ഇഷ്ടമേ അല്ല. 5ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോൾ ഏതോ ഒരു ലേഡി ടീച്ചർ അവനെ ലൈംഗികമായി മിസ്യൂസ് ചെയ്തതിൻ്റെ ട്രോമ മൂലമാണ് സ്ത്രീകളോടുള്ള ഈ ഭയവും വെറുപ്പുമെന്നാണ് രതീഷ് പറയുന്നത്. ഇതൊക്കെ കൊണ്ടാകാം വീട്ടുകാരും ബന്ധുക്കളും എത്ര കണ്ട് നിർബന്ധിച്ചിട്ടും 35 വയസ്സായിട്ടും രതീഷ് പെണ്ണ് കെട്ടാൻ സമ്മതിക്കാത്തത്. രതീഷ് പക്ഷേ ഇങ്ങനെ വിഭാര്യനായി തുടരുന്നത് നാട്ടിലെ തൊഴിലുറപ്പ് കുടുംബശ്രീ പെണ്ണുങ്ങൾക്ക് രസിച്ചില്ല. അവരാണ് ലൈംഗിക ശേഷി ഇല്ലാത്തത് കൊണ്ടാണ് രതീഷ് പെണ്ണ് കെട്ടാത്തത് എന്ന കഥ അടിച്ചിറക്കിയത്. അതിപ്പോൾ നാടാകെ പാട്ടായിരിക്കുന്നു. നാട്ടിലെ പെണ്ണുങ്ങൾ ഇപ്പോൾ രതീഷിനെ കണ്ടാൽ അമർത്തിച്ചിരിക്കുന്നു. ശത്രുക്കൾ പരിഹസിച്ച് അലറിച്ചിരിക്കുന്നു. കിളവന്മാർ കഴിക്കേണ്ട മരുന്നുകൾ കുറിച്ചു കൊടുക്കുന്നു. രതീഷിന്റെ കൂട്ടുകാർ വരെ ഇതൊക്കെ വിശ്വസിച്ചിരിക്കുകയാണ്. ഇവർക്കൊക്കെ വാകാലൊരു മറുപടി കൊടുക്കാൻ പോയാൽ അതിനേ നേരം കാണും. ഫലമൊന്നും ഉണ്ടാവുകയുമില്ല. അങ്ങനെയാണ് തൻ്റെ ആണത്തം ഒന്ന് തെളിയിച്ചു കൊടുക്കാമെന്ന് രതീഷ് ഉറച്ചതും ഇങ്ങനെ ഒരു പദ്ധതി സംഘടിപ്പിച്ചതും. ഒരു തവണ മാത്രം. അത് ശേഷിയുണ്ടെന്ന് തെളിയിച്ച് കല്യാണമൊന്നും കഴിക്കാൻ വേണ്ടിയിട്ടല്ല. തൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ലെന്ന് രതീഷ് എന്നേ തീരുമാനിച്ചുറപ്പിച്ചതാണ്. ഇത് നാട്ടുകാരുടെ വായടപ്പിക്കാൻ വേണ്ടി മാത്രം. ഇനി തനിക്ക് വേണ്ടി ജയനും രേവതിയും സംസാരിച്ചോളും. വീടിൻ്റെ ഗേറ്റ് ചാടി രതീഷ് അപ്പുറത്തേക്ക് കടന്നു. ലൈറ്റെല്ലാം ഓഫ് ചെയ്തിരിക്കുകയാണ്. ചുറ്റും മഹാന്ധകാരം. വാതിലിൽ പതിയെ മുട്ടിയപ്പോൾ ഞൊടിയിടയിൽ വാതിൽ തുറന്നു. മുന്നിൽ ഒരു നിഴൽ പോലെ രേവതി. സോപ്പിൻ്റെയും ഡിയോഡറൻറ്റിൻ്റെയും സുഗന്ധമുള്ള മണം. വേഗം അകത്തേക്ക് കയറ്. അവൾ അവനെ വലിച്ചകത്തേക്കിട്ട് കതകടച്ചു. ചുറ്റും സദാചാര പോലീസുകാരാ, കണ്ട അത് മതി, അവൾ പറഞ്ഞു. വീടിനകത്തും കട്ട പിടിച്ച ഇരുട്ടാണ്. ഇരുട്ടിലൂടെ തിരഞ്ഞു വന്ന പൂ പോലൊരു കൈ തൻ്റെ വലത് കൈയെ കവർന്നെടുത്തത് അവൻ അറിഞ്ഞു. വാ, അവൾ വിളിച്ചു. അവൾ അവനെയും കൊണ്ട് അവളുടെ റൂമിനകത്ത് കയറി വാതിൽ കുറ്റിയിട്ടു. റൂമിനകത്ത് ലൈറ്റ് തെളിഞ്ഞപ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന സുന്ദരിയെ നല്ലതുപോലെ അവൻ കണ്ടത്. കുളി കഴിഞ്ഞതേയുള്ളൂ എന്ന് തോന്നുന്നു. വിടർത്തിയിട്ടിരിക്കുന്ന സമൃദ്ധമായ മുടിയിൽ നനവുണ്ട്. ജലം അവളുടെ ശരീരത്തിൻ്റെ തുടുപ്പ് 10 മടങ്ങാക്കിയിരിക്കുന്നു. റോസാപ്പൂ ചുണ്ടുകൾക്ക് നിറവും മിനുപ്പുമേറിയിരിക്കുന്നു. സ്ത്രീ വിരോധിയായിട്ടും അവൻ്റെ മനസ്സിലും ആഗ്രഹത്തിൻ്റെ തിരമാലകൾ ഉയർന്നു പൊങ്ങി. ശേഷി പരിശോധിക്കാൻ വന്നതല്ലേ? അവൾ വശ്യമായി ചിരിച്ചു. ജയൻ പറഞ്ഞു. നന്നായി. എന്താ മടിച്ചു നിൽക്കുന്നത്? വാ, വന്ന് തെളിയിക്കാനുള്ളതൊക്കെ തെളിയിക്ക്. എന്നിട്ട് സ്ഥലം വിട്. അവൾ അവനെ ഒരാലിംഗനത്തിനായി ക്ഷണിച്ച് കൈകൾ വിടർത്തി നിന്നു. അവൻ മടിച്ചു നിൽക്കുന്നത് കണ്ടതോടെ അവൾ വന്നവനെ പുണർന്നു. എന്തും വരട്ടെ എന്ന് കരുതി സ്ത്രീ വിദ്വേഷമൊക്കെ മാറ്റിവെച്ച് രതീഷും അവളെ പുണർന്നു. തരള ഹൃദയ വികാരലോലൻ തെന്നൽ അവളുടെ ചൊടിമുകർന്നു. തണുപണി തളിർ ശയ്യയിൽ തനു തളർന്നു വീണു. തമ്മിൽ പുണർന്നു വീണു. അപ്പോഴാണ് ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടത്. അയ്യോ, ഓടി വരണേ, എൻ്റെ മോളുടെ മുറിയിൽ ആരോ കയറിയേ. രേവതിയെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി രതീഷ് ചാടി എണീറ്റു. അയ്യോ, ആരാത്? പരിഭ്രാന്തിയോടെ രതീഷ് ചോദിച്ചു. അമ്മയാണെന്ന് തോന്നുന്നു, തലമുടി വാരി കെട്ടിക്കൊണ്ട് നിസ്സംഗതയോടെ രേവതി പറഞ്ഞു. രതീഷ് ഓടിച്ചെന്ന മുറിയുടെ വാതിൽ തുറക്കാൻ നോക്കി. അത് പുറത്തുനിന്നും പൂട്ടിയിട്ടിരിക്കുകയാണ്. രതീഷ് വെരുകിനെ പോലെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കണ്ട രേവതി ഇങ്ങനെ പറഞ്ഞു. ശേഷിയുണ്ടെന്ന് നാട്ടുകാരുടെ മുന്നിൽ തെളിയിക്കാനല്ലേ രതീഷ് ഏട്ടൻ ഇങ്ങോട്ട് വന്നത്? പിന്നെ ഇങ്ങനെ പേടിക്കുന്നതെന്തിനാ? എല്ലാവരും എല്ലാം അറിയട്ടെ എന്നേ. അപ്പോഴേക്കും വീട് മുഴുവൻ ആളായി. പോലീസും വന്നു. അവരെല്ലാവരും കൂടി വാതിൽ തുറന്ന് രതീഷിനെയും രേവതിയെയും പുറത്തെത്തിച്ചു. അവിടെ കൂടി നിന്നവർ ഭൂരിഭാഗവും രേവതിയുടെ ബന്ധുക്കളായിരുന്നു. ഇവൻ കുറച്ചു ദിവസമായി പാത്തും പതുങ്ങിയും എൻ്റെ മോളുടെ റൂമിൽ വരുന്നുണ്ട് സാറേ, രേവതിയുടെ അമ്മ രതീഷിനെ ചൂണ്ടി പറഞ്ഞു. ആണോടി? എസ് ഐ രേവതിയോട് ചോദിച്ചു. അതെ സാറേ. അതിലെന്താ കുഴപ്പം? ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. രേവതി പറഞ്ഞത് കേട്ട് രതീഷ് ഞെട്ടി. രേവതിയുടെ മാമൻ പറഞ്ഞു. ഇഷ്ടത്തിലാണെങ്കിൽ ഇവരെ പിടിച്ച് കെട്ടിക്കണം സാറേ. ഇപ്പം വിട്ടാൽ ഇവൻ മുങ്ങും. ഞങ്ങളുടെ കുട്ടിയുടെ ഭാവി അധോഗതിയാവും. അത് കേട്ട എസ് ഐക്ക് ഉത്സാഹമായി. സ്റ്റേഷനിൽ വച്ച് വിവാഹം നടത്താമെന്ന് സന്തോഷത്തോടെ എസ് ഐ സമ്മതിച്ചു. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. രതീഷ് മുന്നോട്ട് വന്നു. എന്താ? എസ് ഐ ആർദ്രതയോടെ ചോദിച്ചു. എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. ഞാനൊരു സ്ത്രീ വിദ്വേഷിയാണ്. ഒറ്റ അടിയായിരുന്നു എസ് ഐയുടെ സമ്മാനം. ഒരു പെണ്ണിൻ്റെ മുറിയിൽ പാതിരാത്രിയിൽ ഒരു സ്ത്രീ വിദ്വേഷിക്ക് എന്താടാ കാര്യം? സ്റ്റേഷനിൽ വച്ച് പോലീസ് രതീഷിനെ പിടിച്ച് കെട്ടിച്ചു. അങ്ങനെ സ്ത്രീ വിദ്വേഷിയായ രതീഷ് ഒരു ഭർത്താവായി. ഈ സംഭവത്തിന് ശേഷമാണ് ട്രംപിൻ്റെ താരിഫ്, ഇറാൻ യുദ്ധം, ഗ്യാസ് ക്ഷാമം തുടങ്ങിയ മഹാവിപത്തുകൾക്കൊക്കെ ആരംഭം കുറിച്ചത്. ആ സ്ത്രീ വിദ്വേഷിയുടെ ശാപമാകാം.
എങ്കിലും രേവതിയുടെ വീട്ടുകാർ ഒരുക്കിയ ട്രാപ്പിൽ താൻ പെട്ടുപോയതാണെന്നറിയാതെ ആ പാവം സ്ത്രീ ഉദ്ദേശി ഇപ്പോൾ രേവതിയുടെ ഡാൻസിന് ക്യാമറയും പിടിച്ച് അമ്പലക്കുളങ്ങളും ആമ്പൽ പാടങ്ങളും താണ്ടി നടക്കുന്നു. പാവം ലേ.